അങ്ങനെ കർണഘടകരമായ വഴിയിലൂടെ സഞ്ചരിച്ച് ചെളിയും മണ്ണും നിറഞ്ഞ ഈ വഴിയിലൂടെ ഞങ്ങളിതാ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ആ ലേക്ക് കീഴടക്കുക എന്ന ഉദ്ദേശത്തോടെ കടന്നു വന്ന ഞങ്ങളെ ഒന്നും തളർത്തുന്നില്ല. മുൻപോട്ട്, വീണ്ടും മുൻപോട്ട്. മട്ടറിഞ്ഞു തോന്നി ഇതുവഴി വരെ. വേണോ തിരിച്ചു പോകുന്ന നല്ലത്. ഇത് കുറേ ഉണ്ട്. ഏതായാലും വന്ന് ഏതായാലും ഇറങ്ങി പുറപ്പെട്ട് പിന്നെ എത്ര ദൂരം മുന്നോട്ട് പോകാതെ തരണ്ടല്ലോ. മുൻപോട്ട്, വീണ്ടും മുൻപോട്ട്. ഇവിടെ നോക്കിയ വെള്ളം മുഖത്തിൽ കിളിച്ച് കയറുന്നു. ഒരു ടൈറ്റാനിക് കപ്പൽ പോലെ. എൻ്റെ ഡ്രസ്സ് നനയുന്നത് ഞാൻ അറിയുന്നുണ്ട്. അല്ല, എൻ്റെ ഷൂസ് നനയുന്നത് ഞാൻ അറിയുന്നുണ്ട്. അവനെ പിടിക്കട്ടോ. മനോഹരമായ പൂക്കൾ. നമുക്കിനി അവിടം വരെ യാത്ര ചെയ്യാനുണ്ട്. ചിലർ വളരെയധികം പിന്നിലാണ് ജീവിതയാത്രയിൽ. ജീവിതം എപ്പോഴും അങ്ങനെയാണ്. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ച് പുറകോട്ട് വലിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മൾ മുൻപോട്ടുള്ള പുറകോട്ട് വയ്ക്കാൻ പാടില്ല. മുൻപോട്ട്, ജീവിതം മുൻപോട്ട്. സംസാരമില്ല. എൻ്റെ മനസ്സിൻ്റെ തെളിനീരിറങ്ങ. വീണ്ടും വെള്ളച്ചാട്ടം. വീണ്ടും വെള്ളച്ചാട്ടം. വീണ്ടും വെള്ളച്ചാട്ടം. ചെടിയുടെ ചിന്ന നാട്ടിൽ നിന്നുണ്ട്. കുറേ ആൾക്കാർ ഇപ്പോഴും വഴി പുറകിലാണ്.
മുകളിലേക്കാണ്. പക്ഷെ ഇങ്ങനെ ചാടിക്കിടക്കുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ കയറുന്നു, ഇങ്ങനെ കയറുന്നു, പിന്നെ നമ്മൾ ഇങ്ങോട്ട് കയറുന്നു, പിന്നെ നമ്മൾ പുറത്തേക്ക് ചാടി ചാടി കയറുന്നു. വീണ്ടും ഇതാ നമ്മുടെ ലക്ഷ്യസ്ഥാനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരോ നമ്മളുടെ വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇതാ വീണ്ടും ഒരു വലിയ പാറ. വലിയൊരു ഹൈക്കിലൂടെ കടന്നു വരുന്ന ഒരു ഫാമിലി. മുത്തപ്പ ഇനിയിപ്പം നനയുക. ആരും പറഞ്ഞില്ലല്ലോ ഈ പണിക്കിറങ്ങാൻ. ആ ചെറുക്കിന് വല്ല പനിയും പിടിക്കും, അതുറപ്പാ. പെണ്ണുങ്ങൾ തുണി മാറി കുളിക്കാൻ പോകാൻ തോന്നുന്നു. ഫോട്ടോ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ വെറും പെണ്ണുങ്ങളെല്ലാം എവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. നമുക്ക് ഇതുവഴി പോയാലോ? അവരുടെ ഇടയിലോട്ട് പോകണ്ട. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഈ ഡ്രസ്സ് മാറുന്ന പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി വന്നാണ് ഇങ്ങോട്ട്. മണ്ടത്തരം. അത് ഞാൻ ചോദിച്ചാൽ വരണോ വേണ്ടേ?